വഖഫ് ബില്ലിലൂടെ ഇസ്ലാമിക ഭൂമി പിടിച്ചെടുക്കാൻ നിയമമൊരുക്കി പാസാക്കിയവർ ചർച്ച് ബില്ലിലൂടെ ക്രൈസ്തവരുടെ ഭൂമിയിലേക്കും കൈവയ്ക്കാൻ പോകുന്നു. കേന്ദ്ര സർക്കാരിന്റെയും RSSന്റെയും പദ്ധതിയെ പറ്റിയുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള വഖഫ് ബില്ലിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി കപട സ്നേഹം കാണിക്കുന്ന BJPക്ക് മുട്ടൻ തിരിച്ചടിയായി പോയി RSS മുഖപത്രത്തിന്റെ ലേഖനം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അനധികൃതമായി ക്രൈസ്തവർ ലീസ് വാങ്ങിച്ചെടുത്ത് അനുഭവിക്കുന്ന 17.29 കോടി ഏക്കർ ഭൂമി കൂടി തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ് RSS മുഖപത്രം ഓർഗനൈസർ. ഇന്ത്യയിൽ ആകമാനം പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന കത്തോലിക്ക സഭയുടെ പേരിലുള്ള ഭൂമിക്ക് മേൽ ഒട്ടും വൈകാതെ തന്നെ കടന്നാക്രമിക്കാനുള്ള നീക്കമാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കത്തോലിക്ക സഭയുടെ ഈ പറയുന്ന ഭൂമിയിലാണ് അവരുടെ ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും സാംസ്കാരിക കേന്ദ്രങ്ങളും ചർച്ചുകളുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ആ ഭൂമിയിലേക്കാണ് സംഘപരിവാറും കേന്ദ്ര സർക്കാരും ഇനി കൈവയ്ക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത്? കത്തോലിക്ക സഭയോ അതോ വഖഫ് ബോർഡോ? ഈ തലക്കെട്ടോടെയാണ് RSS ലേഖനത്തിൽ ഈ കുറിപ്പ് വന്നത്. 20,000 കോടിയിലേറെ വരുന്ന സ്വത്തുവകകൾ കത്തോലിക്ക സഭയ്ക്കുണ്ട് എന്നാണ് RSS മുഖപത്രം പറയുന്നത്. എന്നാൽ ഇത് ചർച്ചയാകുമെന്ന് അവർ കരുതിയിരുന്നില്ല. കേരളത്തിലെ ക്രൈസ്തവരുടെ കണ്ണിൽ പൊടിയിട്ടും നാടകം കളിച്ചും നടക്കുന്ന കേരള BJPക്കാർ ഉത്തരം മുട്ടിപ്പോകുമെന്ന് അങ്ങ് ഉത്തരേന്ത്യയിലുള്ള RSS മുഖപത്രം ഓർഗനൈസറിന്റെ എഡിറ്റർക്ക് അറിയാതെ പോയിട്ടുണ്ടാവും. എന്നാൽ ഈ വിഷയം ചർച്ചയായതിന് തൊട്ടു പിന്നാലെ അവർ ആ ലേഖനം പിൻവലിച്ച് തടിതപ്പുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതിനോടകം പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. വഖഫ് ബില്ലിന് ശേഷം ചർച്ച് ബില്ല് കൊണ്ടുവന്ന് ഇവിടുത്തെ ക്രിസ്തീയ മതവിഭാഗക്കാരെയും ഒതുക്കാനുള്ള ഗൂഢതന്ത്രങ്ങളാണ് അവർ മെനയുന്നത്. വഖഫ് ബിൽ പാസാക്കിയപ്പോൾ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ഒന്നു മാത്രമല്ലിത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മതേതര മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കണം എന്ന് പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. അവരുടെ ലക്ഷ്യം ഇന്ത്യയിലെ സകല മതന്യൂനപക്ഷങ്ങളെയും തകർക്കുക എന്നത് തന്നെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. 4 വോട്ട് കിട്ടാൻ വേണ്ടി ആട്ടിൻ തോലണിഞ്ഞ ചെന്നായെ പോലെ നമ്മുടെ ഇടയിൽ കറങ്ങി നടപ്പുണ്ടാകും അവർ കപട സ്നേഹവുമായി. കരുതിയിരിക്കുക മതേതര കേരളമേ.